ഉമ്മൻചാണ്ടി ഹോപ്പ് ആൻഡ് കെയർ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ഹോം കെയർ പ്രവർത്തനത്തിനുള്ള വാഹനത്തിന്റെ കൈമാറ്റവും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ നിർവഹിച്ചു. ഉമ്മൻചാണ്ടി ഹോപ്പ് ആൻഡ് കെയർ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ഹോം കെയർ പ്രവർത്തനത്തിനുള്ള വാഹനത്തിന്റെ കൈമാറ്റവും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ നിർവഹിച്ചു. കയനടുത്ത് അഹമ്മദ് ഹാജിയുടെ ഭാര്യ ഖദീജയുടെ സ്മരണയ്ക്കായാണ് ഹോം കെയർ പ്രവർത്തനത്തിനുള്ള വാഹനം ഫൗണ്ടേഷന് കൈമാറിയത്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കേരളം കണ്ണീരിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. അന്ന് വിളിച്ച മുദ്രാവാക്യമുണ്ട്, ജനലക്ഷങ്ങൾ വിളിച്ച മുദ്രാവാക്യമുണ്ട്, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആ ഉമ്മൻചാണ്ടിയുടെ നാമധേയം എല്ലാ കാലത്തും നിലനിർത്താൻ സാധിക്കുന്ന പുണ്യപ്രവർത്തനങ്ങളെ, നന്മ നിറഞ്ഞ സ്നേഹ കാരുണ്യ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ നല്ല ഒരു പ്രസ്ഥാനം ഹോപ്പ് ആൻഡ് കെയർ പ്രതീക്ഷ നൽകുന്നു, ആളുകൾക്ക് ശ്രദ്ധ നൽകുന്നു, പരിചരണം നൽകുന്നു. നല്ല പേരും നല്ല മുദ്രാവാക്യവും നല്ല സന്ദേശവും ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ട് ഇവിടെ ഇത്തരത്തിൽ ഒരു സംരംഭം ആരംഭിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് പുണ്യപ്രവർത്തനമാണ്, ആവശ്യക്കാരെ സഹായിക്കുക. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ആവശ്യ സമയത്ത് സഹായിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സ്നേഹിതൻ എന്നെല്ലാവർക്കും അറിയാം. ആ ഹോപ്പ് ആൻഡ് കെയർ ഈ നാടിൻ്റെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഇന്നത്തെ ദിവസം തന്നെ അതിനാവശ്യമായൊരു വാഹനം അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അത്തരത്തിൽ ഒരു വാഹനം അറേഞ്ച് ചെയ്ത് ഈ സംഘടനയ്ക്ക് നൽകി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു. രാഹുൽ ഗാന്ധി നേരിട്ട് ഒരു അനുസ്മരണ സമ്മേളനത്തിൽ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് കെപിസി പ്രസിഡന്റ് പറഞ്ഞ അത് മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ആ വേദിയിൽ വെച്ച് സാറ് തുടങ്ങി വെച്ച മുനീർ സാഹിബും സാറും കൂടെ കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി, ആ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഇപ്പോഴത്തെ അതിൻ്റെ നടത്തിപ്പ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പ്രസിഡന്റ് രാഷ്ട്രീയ വേദി അല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ 3 കുട്ടികളെ ശബ്ദങ്ങളുടെയും കേൾവിയുടെയും ലോകത്തേക്ക് കെപിസിസി നേരിട്ട് അവർക്ക് വേണ്ടി അവരുടെ അവകാശം ആ വേദിയിൽ വെച്ച് തന്നെ കൈമാറി, അവരുടെ പണം സർജറിക്കുള്ളത് ഹോസ്പിറ്റലിൽ അടച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആ വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് കൈമാറുന്ന ദിവസം കൂടിയായിരുന്നു അത്. ഫൗണ്ടേഷൻ ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാറക്കൽ അബ്ദുള്ള, എൻ വേണു, ടി പി മിനിക, കയനടുത്ത് അബ്ദുൾ റഹ്മാൻ, പറമ്പത്ത് പ്രഭാകരൻ, സതീശൻ കുരിയാടി, പി എസ് രഞ്ജിത് കുമാർ, വി കെ പ്രേമൻ, അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.